കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓണററി വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം റദ്ദാക്കിയെന്നാണ്. എസ് കെ എന്ന് പറഞ്ഞാല് നാട്ടിലിറങ്ങുന്ന കടുവയും പുലിയും മനുഷ്യനെ പിടിച്ച് ഞങ്ങൾ വെടിവെച്ചു കൊല്ലും എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ആ പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അധികാരം അങ്ങ് റദ്ദാക്കി. ശരിയാണോ എന്നുള്ള കാര്യം അത് നാട്ടിലിറങ്ങുന്ന എസ് കെ റദ്ദാക്കി. ചീഫ് സെക്രട്ടറി അഡീഷണൽ വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഈ പദവി. അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ എന്തായാലും മിഥില ബാലൻ ചേരുന്നു. മിഥില, ഈ ചക്കട്ടപ്പാറ പഞ്ചായത്തും പഞ്ചായത്ത് പ്രസിഡന്റ് എന്തുകൊണ്ടാണ് തങ്ങൾ അങ്ങനെ പറയേണ്ടി വരുന്നത് പറഞ്ഞായിരുന്നു. നാട് അങ്ങേയറ്റം കഷ്ടപ്പെട്ട് ഗതികെട്ട അവസ്ഥയിൽ പറയേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്തായാലും ആ പറഞ്ഞതിന്റെ പേരിൽ ആ പദവി എടുത്തു കളഞ്ഞു അല്ലേ? അതെ ആഷ്മി, ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഭരണസമിതി പോയതെന്ന് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽകുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ആ പ്രദേശത്ത് ഒന്നാകെ ഇത്തരത്തിൽ കാട്ടുമൃഗ ശല്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാട്ടിലിറക്കുന്ന കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഒരു തീരുമാനത്തിലേക്ക് ഇവർ ഭരണസമിതി എടുത്തത്. എന്നാൽ വനം വകുപ്പിന്റെ നിയമപ്രകാരം കാട്ടുപന്നികളെ മാത്രമേ വെടിവെച്ച് കൊല്ലാൻ ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ അധ്യക്ഷന്മാർക്ക് അധികാരമുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു വിവാദ തീരുമാനം എടുത്തതിന് പിന്നാലെ തന്നെ വനം വകുപ്പ് ഈ ഒരു ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി റദ്ദാക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. ആ ഒരു ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരമൊരു നടപടിയുള്ളത്. ഇനി എന്താണ് ഇതിൽ സുനിൽകുമാർ ചെയ്യാൻ പോകുന്നത് എന്നാണ് അറിയാൻ ഇരിക്കുന്നത്. കാരണം ഇത്തരമൊരു തീരുമാനം അല്ലെങ്കിൽ ശുപാർശ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വന്ന സമയത്ത് തന്നെ അതിനെ വലിയ രീതിയിൽ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. നേരത്തെ ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു സുരക്ഷ അത് പരിഗണിച്ചാണ് താൻ ഇത്തരമൊരു തീരുമാനമെടുത്തത്. അതിൽ തെറ്റൊന്നുമില്ല എന്ന ഒരു നിലപാടിൽ തന്നെയായിരുന്നു സുനിൽകുമാർ ഉറച്ചു നിൽക്കുന്നത്. നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സുനിൽകുമാർ പോകും എന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ആഷ്മി.